വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച ബസ് ഉടമകൾ ഗതാഗത സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് തീരുമാനം. വെള്ളിയാഴ്ച സ്വകാര്യ ബസ് ഉടമകൾ തൃശൂരിൽ യോഗം ചേർന്ന് അനിശ്ചിതകാല സമരത്തിന്റെ തീയതി പ്രഖ്യാപിക്കും. എന്നാൽ കൺസെഷൻ വർദ്ധിപ്പിക്കരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാർത്ഥി സംഘടനകൾ. ഒരു വർധനവും തയ്യാറല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുമ്പിൽ ഞങ്ങൾ നോട്ടീസ് കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ അനിശ്ചിതകാല സമരത്തേക്ക് അടുത്ത മാസം ഞങ്ങൾ തീയതി നാളെയോ മറ്റന്നാളോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് യോജിച്ച് ചേർന്ന് തീരുമാനം നിശ്ചയിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനിശ്ചിതകാലത്തേക്ക് സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമര പരിപാടിയിലേക്ക് നീങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനുള്ള ഒരു അന്തരീക്ഷവും ഇല്ലാതെ ഇങ്ങനെ കേവലപരമായി സാമ്പത്തിക നേട്ടത്തിന് പൈസ കൂട്ടുന്നത് ഗുണം ചെയ്യില്ല എന്നും ഈ പറഞ്ഞ സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പോലും ബസ് ഉടമകൾ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരു ചർച്ചയ്ക്കുള്ള തലം പോലും അവിടെ ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്നുള്ള ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. വിദ്യാർത്ഥികളുടെ തലയിലേക്ക് ആ കൺസെഷൻ ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനം ഗവൺമെൻറ് ഉണ്ടാക്കരുത് എന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ, ഒരിക്കൽ കൂടി പറയുന്നു, ഏതെങ്കിലും തരത്തിൽ കൺസെഷൻ വർധന ഉണ്ടായ അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായി കേരളത്തിലെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ നിലയിൽ KSU ഉൾപ്പെടെ MSF ഉൾപ്പെടെ MSFിൻ്റെ പ്രതിനിധികളുണ്ട്, PSUവിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുണ്ട്. ഞങ്ങൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. വിവരങ്ങൾ നൽകാനായ RB സനൂപ് ഉണ്ട്. RB സനൂപ്, ഈ മിനിമം കൺസെഷൻ 5 രൂപ തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ബസ് ഉടമകൾ? ഇനി അവരുടെ ഒരു തുടർ നീക്കം എന്തായിരിക്കും? രവി രാമൻ കമ്മീഷനെ ഉദ്ധരിച്ചാണ് ഇന്ന് ഗതാഗത സെക്രട്ടറിയും ഗതാഗത കമ്മീഷണറും ബസ് ഉടമകളുമായും അതേപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുമായിട്ടും ചർച്ച നടത്തിയത്. ആദ്യം വിദ്യാർത്ഥി സംഘടനകളുമായിട്ടായിരുന്നു ചർച്ച. നേരത്തെ 21-ാം തീയതി ഗതാഗത മന്ത്രിയുമായിട്ട് ചർച്ച നടത്തുകയും 22-ാം തീയതി നിശ്ചയിക്കുന്ന അനിശ്ചിതകാല പണിമുടക്ക് അവർ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് ഗതാഗത സെക്രട്ടറി വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് ചർച്ച നടത്തി നിലപാട് ബസ് ഉടമകളെ അറിയിക്കുമെന്നുള്ളത്. പക്ഷേ ഇന്ന് ഈ രവിരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ചർച്ച നടത്തിയെങ്കിലും SFI, KSU, ABVP, MSF, AISF തുടങ്ങി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കൺസെഷൻ വർദ്ധിപ്പിക്കുന്നത് എതിർക്കുകയാണ് ചെയ്തത്. നിലവിൽ ഇപ്പോ മിനിമം കൺസെഷൻ 1 രൂപയും പരമാവധി 5 രൂപ വരെയുമാണ് നിലവിൽ കൺസെഷൻ ഈടാക്കുന്നത്. ഇത് 2 രൂപ മുതൽ 10 രൂപ വരെ വർദ്ധിപ്പിക്കണമെന്നൊരു ശുപാർശയാണ് രവി രാമൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. അത് ഗതാഗത സെക്രട്ടറി സംഘടനകളെ അറിയിച്ചു. പക്ഷേ ആരും തന്നെ ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഒരുപക്ഷെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ KSU സമരത്തിലേക്ക് നീങ്ങുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്നാണ് ഈ ബസ് ഉടമകളുമായിട്ട് ചർച്ച നടന്നത്. വെവ്വേറെയായിരുന്നു ചർച്ച. അതിനുശേഷം ബസ് ഉടമകൾ ഇറങ്ങിയപ്പോൾ അവരും അവരുടെ നിലപാട് കർശനമായിട്ട് പറയുകയുണ്ടായി. 8,000 ബസ്സുകൾ മാത്രമാണ് ഇപ്പോ ഈ സർവീസിലുള്ളത്. അതുപോലെ നിലനിർത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥി കൺസെഷൻ 1 രൂപ എന്ന നിലയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത് വർദ്ധിപ്പിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകാൻ തന്നെയാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം. അവരുടെ സംയുക്ത സമരസമിതി വെള്ളിയാഴ്ച തൃശ്ശൂരിൽ 11 മണിക്ക് യോഗം ചേർന്ന ശേഷം എന്ന് മുതൽ ഈ അനിശ്ചിതകാല പണിമുടക്ക് വേണം എന്നുള്ളതിന്റെ തീയതി തീരുമാനിക്കും. അജി. യെസ്.